എന്താ പൂജ പൂജ വന്നപ്പോ തൊട്ട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. നിർത്തിയിട്ട് പോടാന്ന്. പക്ഷെ കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിക്ക് ഇത് എന്തുവാടെ ഇത് എന്തെന്നാ ഈ വളിപ്പത്തരം എന്ന് ചോദിക്കേണ്ട ഒരു സാധനം എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ എപ്പിസോഡ് 3. എപ്പിസോഡ് 3 പറ്റി വിശദമായി പറയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് വേറൊരു വ്യക്തിയെ പറ്റി പറയാനുണ്ട്. എൻ്റെ പ്രിയങ്കരനായ ചേട്ടാ, എന്നോടൊന്നും തോന്നല്ലേ, ഇത് പറയാതെ എനിക്ക് വീഡിയോ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ, അതായത് ഈ അഗ്നി പരീക്ഷ എപ്പിസോഡ് 3 പറ്റി പറയാൻ എനിക്ക് താല്പര്യമില്ല. അതിനു മുമ്പ് നിങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കണം. ചേട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കാണാനിടയായി. സത്യം പറഞ്ഞാൽ ചേട്ടാ, നിങ്ങളൊരു കോമാളിയായി മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു. നിങ്ങൾ വന്നിട്ട് പറയുമോ ചേട്ടാ, ഇതും PR ആണെന്ന് പറയുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. തുടക്കത്തിലെ ഞാനതാ ചോദിക്കുന്നത്, ഇതും PR ആണെന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ ഒരു സീസണിലുണ്ടായിരുന്നു ബിഗ് ബോസിൽ. അന്ന് നിങ്ങൾ എന്തൊക്കെയോ കുറേ പരിപാടികൾ കാണിച്ചു വെച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ എടുത്തു വെച്ച് പൊതിഞ്ഞു. അന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് PR ആണ്, എനിക്കെതിരെ PR ആണ്. ജെന്യുവിനായിട്ട് ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങളന്ന് മനസ്സിലാക്കാൻ നിന്നിട്ടില്ല. ഓക്കെ, ആ നിങ്ങൾ വന്നിരുന്ന് ഇന്നൊരു ഡയലോഗ് അടിക്കുന്ന കേട്ടപ്പോൾ ലിറ്ററലി എനിക്ക് പുച്ഛം തോന്നി നിങ്ങളോട്. നിങ്ങളെ പോലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയർ ആയിട്ട് ഈ ഒരു പരിപാടിയൊക്കെ തുടങ്ങിയത്. നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഞാൻ ഇവിടെ ചില ആളുകളെ പോലെ വൃത്തികേടുകൾ കാണിക്കാറില്ല. ഇൻ ദ സെൻസ് എന്താണ്, നമ്മളെ മറ്റേ മിസ്ലീഡിങ് തംബ്നെയിൽ, ടൈറ്റിൽ, ഇതൊന്നും ഞാൻ ചെയ്യാറില്ല, വളരെ മാന്യമായിട്ടാണ് ചെയ്യാറുള്ളതെന്നുള്ളൂ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് കേട്ടു. ചേട്ടാ, മിസ്ലീഡിങ് തംബ്നെയിൽ ഞാൻ എഴുതാറുണ്ട്, ടൈറ്റിൽ മിസ്ലീഡ് ചെയ്യിക്കാറുണ്ട്. മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് പോലെ അരിക്ക് വേണ്ടിയിട്ടാ, അല്ലാതെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഒരു വീഡിയോയിൽ പോലും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാറില്ല. അതെല്ലാം പോട്ടെ, എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് അവൻ്റെ ഭാര്യ ഒളിച്ചോടി പോയതിനെ പറ്റി ചോദിച്ച് അവൻ്റെ വിഷമത്തിൽ പങ്കു ചേർന്നിട്ട് അത് വന്ന് വീഡിയോ എടുത്ത് നാട്ടുകാരോട് ഞാൻ പറയത്തില്ല ചേട്ടാ. മനസ്സിലായോ? അത്രയ്ക്കും മനസ്സാക്ഷി ഇല്ലാത്ത പരിപാടി നമ്മൾ ചെയ്യാറില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ചുറ്റും നിൽക്കുന്നവരോട് നമുക്കൊരു സ്നേഹമുണ്ട്. ചേട്ടൻ അതൊന്നും ഇല്ല എന്ന് ചേട്ടൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട്. നിങ്ങളുടെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ ലിറ്ററലി സങ്കടവും തോന്നി എനിക്ക്. ദൈവം, ഇയാൾക്ക് എന്താ മനസ്സിലാവാത്ത ഇപ്പോഴും എന്നൊരു സാധനം എനിക്ക് തോന്നി. ഫസ്റ്റ് നമുക്ക് അവിടുന്ന് തുടങ്ങാം. അവിടുന്ന് വേണം ഈ ഒരു ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ എപ്പിസോഡ് 3 റിവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ അവിടുന്ന് കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. ഇതൊന്ന് കേട്ടോ നിങ്ങൾ. പുള്ളി എപ്പിസോഡ് 2 പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഒന്ന് കേട്ടോ. ആദ്യത്തെ എപ്പിസോഡ് വാസ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഡൗൺ, ബട്ട് ഇത് കൊള്ളാം. അതായത് ആദ്യത്തെ എപ്പിസോഡിൽ ഒരു ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്കിൽ സക്സസ്ഫുൾ ആവാത്ത മാറ്റി നിർത്തപ്പെട്ട 20 പേരെ തിരിച്ച് ഫ്ലോറിലേക്ക് വിളിച്ച് അവർക്ക് വീണ്ടും ഒരു ചാൻസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആദ്യത്തെ ടാസ്ക് കൊടുത്തത് എന്ന് തോന്നിപ്പോയി. ആദ്യം ടാസ്ക് കൊടുത്ത് അതിൽ കളിച്ച് ജയിച്ച് 20 പേർക്ക് ഒരു അപ്പർ ഹാൻഡും ഇല്ല. ഓക്കെ, ഒരു അപ്പർ ഹാൻഡും ഇല്ല. കാരണം അവർ ജയിച്ചു, അവർക്ക് ആ ഒരു എപ്പിസോഡിൽ ടാസ്ക് കൊടുത്തു, അതിൽ കുറച്ച് പേര് എഗെയിൻ ഒരു മാച്ച് അവർ ടീമായി തിരിച്ച് ജയിച്ചു, ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടി, കുറേ പേര് സേഫായി, കുറേ പേര് അൺസേഫ് സോണിൽ പോയി. ആൻഡ് എഗെയിൻ ഈ ലൂപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് ആദ്യത്തെ ടാസ്ക് തോറ്റ 20 പേരെ കൊണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ അങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചത്? അതൊരു തരം ഗിമിക്കായി പോയി. ഇങ്ങനത്തെ ഗിമിക്കുകളൊക്കെ ബിഗ് ബോസിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് അവരുടെ ഷോ അവർ റൺ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ട് വിടുക എന്നല്ലാതെ. പക്ഷെ കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിക്ക് ഇത് എന്തുവാടെ ഇത് എന്തെന്നാ ഈ വളിപ്പത്തരം എന്ന് ചോദിക്കേണ്ട ഒരു സാധനം എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കാരണം അപ്പൊ ചോദിക്കാല്ലേ, പ്രേക്ഷകർക്ക് ചോദിക്കാല്ലേ, അങ്ങനെ ഒരു വളിപ്പത്തരം കണ്ടാൽ ചോദിക്കാലോ അല്ലേ? അങ്ങനെ ചോദിച്ചാൽ അത് PR എന്നെന്താ ചേട്ടൻ പറയാത്ത ഇപ്പോ? എന്താ പറയാത്തത്? അല്ല, നിങ്ങൾ അതിനകത്ത് കാണിച്ച കുറേ പരിപാടികൾ, നിങ്ങളുടെ സീസണിൽ നിങ്ങൾ കാണിച്ച കുറേ പരിപാടികൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ, എന്നെ പോലുള്ള ചില ആളുകളുണ്ട്, ഞങ്ങളും പ്രേക്ഷകരാ ആ ഒരു ഷോയുടെ, നമ്മൾ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം നമുക്ക് വീഡിയോയിലൂടെ പറയാം. ചില ആളുകൾക്ക് കമൻറ്റ് അതേ പറ്റുള്ളൂ. അങ്ങനെയുള്ള റെസ്പോൺസസ് നമ്മൾ ചെയ്തപ്പോൾ നിങ്ങൾ PR എന്ന് പറഞ്ഞത് എന്ത് കണ്ടിട്ടാണ്? എനിക്കിപ്പോൾ ഈ പോയിന്റിൽ അത് ചോദിക്കണമെന്ന് തോന്നി. കാരണം വന്നിരുന്ന് ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിലപാട്, അത് മാറ്റിവെക്കൂ. ഞാൻ അതിനകത്തോടൊന്നും അധികം പോകുന്നില്ല. നിലപാടുകൾ മാറിയേക്കാം.
മനസ്സിലായില്ലേ? നിലപാടുകൾ മാറിയേക്കാം, ആയിക്കോട്ടെ. പക്ഷേ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു പ്രേക്ഷകർ എന്നൊരു വാക്ക് തന്നെ നിങ്ങൾ ഉപയോഗിച്ചപ്പോൾ ലിറ്ററലി പ്രേക്ഷകർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം അതൊരു ചളിയായിട്ടൊക്കെ തോന്നുമെന്ന് പറയുമ്പോൾ ചേട്ടാ പുച്ഛം തോന്നുന്നു നിങ്ങളോട്. നിങ്ങൾ ഈ പരിപാടി നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടിയോ? പിടികിട്ടിയില്ലെങ്കിൽ പിടികിട്ടിക്കണം നിങ്ങൾ. കമൻറ്റ് ബോക്സ് ഇപ്പോഴും പറയരുത് വന്ന് കമൻറ്റ് ഇടുന്നവരെല്ലാം PR-കാരാണെന്ന്. ഓക്കെ, അല്ല നിങ്ങളത് പറയും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതൊന്നും ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾ പറയും PR ആണ്, നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പറയുന്നതിന് മുമ്പൊന്ന് ആലോചിക്കുക, ആരാണ് നിങ്ങളെ തകർത്തിട്ട് ഇവിടെ ആർക്ക് എന്ത് കിട്ടാനാ? എന്ത് കിട്ടാനാ? എനിക്കതാ പിടികിട്ടാത്ത, ഇന്നും എനിക്ക് പിടികിട്ടാത്തൊരു കാര്യമാണ്. എന്ത് കിട്ടാനാ നിങ്ങളെയൊക്കെ തകർത്തിട്ട് ചേട്ടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി തോണ്ടി മറ്റേ അതിനകത്ത് കയറിയിരിക്കുന്നത്, അല്ല നമ്മളാരും അല്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു ഇഷ്യൂ, അതിൽ നിങ്ങളുടെ ഒരു പരിപാടി, മുന്നോട്ടുള്ള നിങ്ങളുടെ ഒരു എടുത്തുചാട്ടമെന്നല്ല, അബദ്ധങ്ങൾ മനുഷ്യന് പറ്റും. ഞാനും നിങ്ങളും ഒക്കെ മനുഷ്യന്മാരാ, അബദ്ധങ്ങൾ പറ്റും. എന്നാൽ ആ പറ്റിയ അബദ്ധം പറഞ്ഞിട്ട് അങ്ങ് പോവുക, അതല്ല. പിന്നെ അതിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വന്നിരുന്ന് അവരെ തിരിച്ചടിച്ച് അതിനെ ന്യായീകരിച്ച് ആളുകൾക്ക് വെറുപ്പ് വരും. നിങ്ങളൊരു ക്യാരക്ടർ ഇതാണെന്ന് നിങ്ങൾ ആൾക്കാരിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. ആ ഷോയിലൂടെ അത് മനസ്സിലാക്കിയതാ ഭൂരിഭാഗം ആളുകളും, ഈ ഒരു ഷോ കണ്ട ആളുകൾ. കാരണം എന്തൊക്കെയോ പുറത്തിരുന്ന് വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഗെയിം. എന്ത് ഗെയിം? കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരത് പറഞ്ഞു, ഉടനെ അത് മറ്റേ PR. എങ്ങനെ വന്നിരുന്ന് ഈ തള്ളാൻ പറ്റുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യനാണ്, തെറ്റുപറ്റും. ഓക്കെ, അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി, അവിടെ കഴിയും ചേട്ടാ. ഞാനൊക്കെ അത്ര പരിശുദ്ധനായിട്ടുള്ള തെറ്റുകളൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള ആളാണ്. ഇനിയും ചിലപ്പോൾ തെറ്റുകളിൽ പോയി വീണേക്കാം, പിടികിട്ടിയോ? പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്ത് മാക്സിമം തിരുത്താൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യും ചേട്ടാ. അല്ലാതെ നിങ്ങളെപ്പോലെ ലിറ്ററലി കഷ്ടമുണ്ട്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും ഏതെങ്കിലും ഒരു വീഡിയോയിൽ പേര് പറയാതെ, എന്നെ അറിയാവുന്നവരാ, എന്നെ വിളിച്ചൊക്കെ ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കൊടുക്കും. താല്പര്യമേ ഇല്ല. ആളുകൾ പറയുന്നത് പോലെ എന്ത് വിശ്വസിച്ച് നിങ്ങളെ വിളിക്കുമെന്ന് അതും നിങ്ങൾ റെക്കോർഡ് ചെയ്യത്തില്ലെന്ന് കണ്ടോ? പക്ഷെ ഇപ്പൊ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടല്ലോ, ക്യാമറയൊക്കെ ഉള്ള, അല്ലേ? എന്ത് കാര്യത്തിന്? ഇന്ത്യൻ പ്രസിഡന്റ് വല്ലതും ആണോ? ലീവ് ഇറ്റ്. നമുക്ക് ഇനി അഗ്നി പരീക്ഷയിലേക്ക് പോവാം. അഗ്നി പരീക്ഷയുടെ കുറച്ച് ക്ലിപ്സും ഒക്കെ കാണിച്ചു തരാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ക്ലിപ്പ് കാണിച്ച് തന്നെ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ പരുവത്തിൽ എപ്പിസോഡ് 3 നടന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് വിവരിച്ചു പോകാം. അതായത് 40 പേര്, മൊത്തത്തിൽ 40 പേരുണ്ടല്ലോ. ഇന്നലെ 20 പേരായിരുന്നു, മിനിഞ്ഞാന്ന് 20 പേരായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചിരുത്തുന്നു, എന്നിട്ട് 4 ടീമാക്കുന്നു. 4 ടീമാക്കിയിട്ട് ഓരോ ടീമിനും ഓരോ ക്യാപ്റ്റന്മാരെ സെലക്ട് ചെയ്യാൻ ആ ഒരു ടീമിലെ എല്ലാവരും കൂടെ, മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും കൂടെയും തീരുമാനിച്ച ഒരു ക്യാപ്റ്റനെ എടുക്കാൻ പറയുന്നു. അപ്പം ആദ്യത്തെ ഒരു ആൾക്കാർ ജോയിൻ ചെയ്തതിനകത്തുനിന്ന് ടാഷി എന്ന് പറയുന്ന വ്യക്തിയെ ക്യാപ്റ്റനാക്കുന്നു. രണ്ടാമത്തേനകത്ത് പ്രണവ്, മൂന്നാമത്തേനകത്ത് മറ്റേ ജിമ്മൻ അഭിരാം, നാലാമത്തേനകത്ത് ലോലിറ്റ, 19 വയസ്സുള്ള ലോലിറ്റ കുട്ടി കൊള്ളാം കേട്ടോ, തീയാണ്, കൊള്ളാം. കഴിഞ്ഞ സീസണിൽ ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, പേരൊന്നും പറയുന്നില്ല, പോട്ടെ. അതുപോലല്ല, അത്യാവശ്യം വിവരവും ബോധവും ഒരു മാന്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ്. ആ ഒരു പ്രായത്തിൻ്റെ എടുത്തിയാട്ടമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ആളുകളോട് ഇടപഴകാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടാതെ എല്ലാവർക്കും ആ പെൺകുട്ടിയെ കാര്യമാണ്. മിക്കവാറും കയറി വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസണിലേക്കൊക്കെ നമുക്ക് കണ്ടേക്കും. പരീക്ഷയൊക്കെ പാസ്സായി ചിലപ്പോൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൊരു പെൺകുട്ടിയാണ് ലോലിറ്റ. പിന്നെ രാകേഷിനെയൊക്കെ എനിക്ക് എന്ത് ചെയ്തു രാകേഷ് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരിക്കും. ഭൂരിഭാഗം ആളുകൾ കമൻറ്റ് ബോക്സ് കണ്ടടേ. ഒരൊറ്റ കാര്യമുള്ളൂ, ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അകത്ത് കയറി കഴിഞ്ഞാൽ പുള്ളി എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കും എന്നൊരു ഇൻറ്റ്യൂഷൻ ഇപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, പൂജ എന്ന് പറയുന്ന ഫസ്റ്റ് ഡേ മറ്റേ ഗർജിക്കുന്ന സിംഗിണിയായി മാറിയ പൂജയല്ല, 2ാമത്തെ ദിവസം വന്ന പൂജ. ആ പൂജ കുറേ ആളുകൾ നോക്കുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ്, അവള് ദേഷ്യം വരും. അതെ ഒരു പോയിന്റിൽ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന് പോലും അവളോട് ദേഷ്യം തോന്നി, അവളെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു മൂഡിലേക്കൊക്കെ പോയി. പക്ഷേ അതിനകത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗെയിമറാണവൾ, ഒരു ഗെയിമറാണവൾ. എങ്ങനത്തെ ഗെയിമറാന്നല്ലേ?
ചുമ്മാതിരിക്കത്തില്ല. അവൾ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കും. ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങളത്? ആളുകളുടെ ശ്രദ്ധ ചുമ്മാ ചൊറിഞ്ഞ് ആളുകളുടെ ശ്രദ്ധ. ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. ഒരിക്കലും ഒരു ബിഗ് ബോസ് വിന്നർ ആവാൻ പറ്റിയ ഒരാളാണെന്ന് ഞാൻ പറയില്ല. ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. കണ്ടന്റ് പുൾ ഔട്ട് ചെയ്യാൻ അവർക്ക് പറ്റും. അതിലേക്കൊക്കെ പോവാം. എന്താണെങ്കിലും ഇങ്ങനെ 4 ടീമിനെ സെറ്റ് ചെയ്യുന്നു, ഓരോ ക്യാപ്റ്റന്മാർ വരുന്നു. അതിനുശേഷം ഒരു ടാസ്ക് ഉണ്ട്. ഈ ഒരു ടീമിൽ തന്നെ ഉള്ള എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നിന്നിട്ട് ഒരു ബസറുണ്ട്. ആ ബസറിൽ വന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 60 സെക്കൻഡ്, ഏകദേശം ഈ 60 സെക്കൻഡിൻ്റെ അടുക്ക് പ്രസ് ചെയ്ത് ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ് ഏകദേശം എത്തിക്കണം. അതാണ് സംഗതി. പക്ഷെ എല്ലാ ടീമിലും ആരെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്. പിടികിട്ടിയോ? കറക്റ്റായിട്ട് 4 ടീമിനും അങ്ങനെ പ്രോപ്പറായിട്ട്, എനിക്ക് തോന്നുന്നു ആകെ ലോലിറ്റയുടെ ടീം മാത്രമാണ് അത് പ്രോപ്പറായിട്ട് ചെയ്തത്. അവർ ജയിക്കുകയും ചെയ്തു. ഏകദേശം 60 സെക്കൻഡിൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ 51 സെക്കൻഡ് എത്തിച്ചു. ബാക്കി എല്ലാവരും ആരെങ്കിലുമൊക്കെ. പിന്നെ വേറൊരു പ്രശ്നം എനിക്ക് തോന്നി, ആ ബസറിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അവർ കറക്റ്റായിട്ട് പ്രസ് ചെയ്താൽ കറക്റ്റായിട്ട് അത് വരുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഭിരാമിൻ്റെ ടീമൊക്കെ മത്സരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഗ്രൂപ്പ് കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തില്ല, അങ്ങനെ ഇങ്ങനെ ചുമ്മാ അങ്ങനെയുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ലോലിറ്റയുടെ ടീമാണ് ജയിച്ചത്. പിന്നെ തീരെ ഏറ്റവും പോയിന്റ് കുറഞ്ഞു പോയി, അതായത് ഏറ്റവും സെക്കൻഡ്സ് കുറച്ച് കിട്ടിയ ആളുകൾ അഭിരാമിൻ്റെ ടീമായിരുന്നു. അവരിൽ നിന്ന് ഇൻഫിനിറ്റി പെൻഡൻ്റ് ഉള്ള ആൾക്കാരുടെ ഇൻഫിനിറ്റി അങ്ങോട്ട് ആ ഒരു പെൻഡൻറ്റ് തിരിച്ചു മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെൻഡൻറ്റ് കിട്ടിയ ബാക്കിയുള്ള ആൾക്കാർ സ്റ്റേജിലേക്ക് വരാൻ പറയുന്നുണ്ട്. ഈ ഒരു ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിനീഷ. അപ്പോൾ ആ ഈ പെൻഡൻ്റ് ഉള്ള ആളുകൾ കയറി വന്ന് കഴിയുമ്പോഴത്തേക്ക് അവരോട് പറയുന്നു ബാക്കിയുള്ള 3 ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഇപ്പോൾ ഏറ്റവും പോയിന്റ് കുറവ് കിട്ടിയ ഈ ഒരു ഗ്രൂപ്പ്, ഇതിൽ നിന്ന് ആളുകൾ എലിമിനേറ്റ് ആവും. കൂടാതെ ഒരു 3 പേരെയും കൂടെ നിങ്ങളുടെ പവർ വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബാക്കി 3 ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തരെ വെച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവരെയും കൂടെ ഡേഞ്ചറസ് സോൺ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് ഇടാമെന്ന് പറയുന്നു. അപ്പോൾ അവരത് ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്ലേറാണ്. ഒരു ഡിസ്കഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. രഞ്ജിനി ആ സമയത്ത് കലിപ്പാവുന്നു. ആ പെൻറ്റൻസ് അവരുടെ കയ്യിൽ നിന്നും ലോലിറ്റയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ നിന്ന് ആ സാധനങ്ങൾ തിരിച്ചു മേടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോലിറ്റ ഇവരൊക്കെ ആദ്യമേ ഈ പെൻഡൻ്റുള്ള എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ ആദ്യമേ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് ഞാൻ പറഞ്ഞതുപോലെ പൂജയുടെ ആയിരുന്നു. പൂജയുടെ പേര്, അതായത് ആദ്യത്തെ ദിവസത്തെ പൂജയല്ല, രണ്ടാമത്തെ ദിവസത്തെ പൂജ. ആദ്യത്തെ ദിവസം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ദിവസം ഒന്നും വലിയ അനക്കം അങ്ങോട്ട് കണ്ടില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഇല്ലായിരുന്നു. മൂന്നാമത്തെ ദിവസം വലിയ അനക്കമൊന്നും കണ്ടില്ല. മൂന്നാമത്തെ ദിവസം കൂടുതൽ നമ്മൾ കേട്ടത്, അതായത് എന്തെങ്കിലുമൊക്കെ ആൾക്കാരുടെ ശ്രദ്ധ പിടിപ്പിച്ച് പറ്റാൻ ശ്രമിച്ചത് ഈ രണ്ടാമത്തെ ദിവസം കയറിയ പൂജയായിരുന്നു. വഴക്കാളി പൂജ അവളായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അത് അവളുടെ ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ കൊള്ളാം, മുന്നോട്ട് പോട്ടെ. ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ കണ്ടന്റ്സ് അവൾക്ക് ചിലപ്പോൾ പുള്ള് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് അവൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവസാനം പൂജയല്ല, വേറെ മറ്റേ അഫിയ എന്ന് പറയുന്ന പെൺകുട്ടി. കാരണം ഈ പൂജയെ സെലക്ട് ചെയ്തപ്പോൾ തന്നെ വീണ്ടും ഈ ഇൻഫിനിറ്റി പവറുള്ള ആളുകൾ അവിടെ സംസാരമുണ്ട്. അപ്പം ഡിസ്കഷൻ നടക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് അവൾ ഗെയിമറാണ് എന്ന് പറഞ്ഞ് അവളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ അഭിറാമിൻ്റെ അല്ല, നമ്മുടെ ലോലിറ്റയുടെ ടീം കളിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ അവൾ പുറത്തിരുന്നോണ്ട് സൈഡിലിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് അവളുടെ ഒരു കളിയാക്കലുണ്ട് പൂജയുടെ. അഖിൽമാരാർ അതിനെ വാൺ ചെയ്യുന്നുണ്ട്. അഖിൽമാരാറിന് ദേഷ്യം വന്നു. അഖിൽമാരാർ അതിനെ വാൺ ചെയ്യുന്നുണ്ട്. പൂജ നിർത്ത്, നീ ഓവറാണ് എന്നുള്ള രീതിയിൽ മാരാർ പറയുന്നുണ്ട്. പിടികിട്ടിയോ? സോ അങ്ങനെയുള്ള ചൊറിച്ചേരുകൾ ഈ പെൺകുട്ടിയുടെ സൈഡിൽ നിന്നുണ്ട്. എന്താണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് എലിമിനേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. എലിമിനേഷൻ പ്രോസസ്സിൽ രഞ്ജിനി എലിമിനേറ്റ് ചെയ്യുന്നത് ബിജു എന്ന് പറയുന്ന ആളെയാണ്. റിയാസ്, ആരാധ്യ, രഞ്ജിനി വീണ്ടും നിതിനെ പുറത്താക്കുന്നു. അഖിൽമാരാർ, റാഷ എന്ന് പറയുന്ന പെൺകുട്ടി, അങ്ങനെ 4 പേര് കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോയിട്ടുണ്ട്. ബാക്കി ഇനി ഒരു 36 പേരാണുള്ളത്. അതിൽ നിന്നും ആൾക്കാർ കുറഞ്ഞു വരും. ഇത്രയും ആൾക്കാരുടെ എല്ലാവരുടെയും പേര് ഞാൻ പറയാത്തതാണ്, കാരണം അതിൻ്റെ കാര്യമില്ല ഇപ്പോഴേ. മനസ്സിലായോ? കുറച്ചങ്ങോട്ട് കുറയട്ടെ. ഇനിയിപ്പം നമുക്ക് കുറച്ച് ക്ലിപ്പുകൾ എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട്. നമുക്കത് കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതാണ് കുറച്ചുകൂടെ ഒരു ബെറ്റർ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഒരു ദിവസമൊന്നുമല്ല. എല്ലാരും ചിരിപ്പിച്ച് നേടിയെടുത്ത ക്യാപ്റ്റൻസി ആണെന്ന് തോന്നുന്നുണ്ടോ? ആൾക്കാരുടെ ചിരിയിൽ വീഴരുത്. ഇന്നലെ പൂജയ്ക്ക് പറ്റിയ അവസ്ഥ അറിയാലോ. നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്നതും നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും ബിഗ് ബോസിലെ ഏറ്റവും വലിയ ചതിയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്തൊക്കെയാണ് ക്യാപ്റ്റന്റെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വഴി. ഓക്കെ, സംഗതി മാരാറ് പറഞ്ഞത് കറക്റ്റാണ്. ആരെയും വിശ്വസിക്കാതിരിക്കുക. പിടികിട്ടിയോ? ഇതൊരു ഷോ ആണ്. അതിനകത്ത് സ്നേഹബന്ധങ്ങൾ പരിപാടികൾ ഒന്നും വേണ്ട.
ഇമോഷൻസും ഒക്കെ കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ, ഇപ്പോൾ പൂജ കാണിച്ച പരിപാടി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പൂജയുടെ ഒരു പരിപാടി എന്താണെന്ന്, ചൊറിച്ചിൽ പരിപാടി. അത് വേണം. ഞാനത് നേരത്തെയും പറഞ്ഞത്, കണ്ടന്റ് അത് എങ്ങനെയാണെങ്കിലും പുറത്തേക്ക് കൊടുക്കണം. അതാണ് നമുക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇങ്ങനെയുള്ള ചൊറിച്ചിലുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ആ ഒരു ഷോയെ സംബന്ധിച്ച്, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ പുറത്തേക്ക് കൊടുക്കണം. ജനങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യണം. പിടികിട്ടിയോ? അങ്ങനെയുള്ള ആൾക്കാർ വേണം. ബിഗ് ബോസ് മെറ്റീരിയൽസ് ആണ് അവർ. വിൻ ചെയ്യുമോ ഇല്ലയോ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. വിൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തുമില്ല ഇങ്ങനെയുള്ള ആളുകൾ. പക്ഷേ അവരതിനകത്ത് വേണം. എങ്കിലേ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുറത്തേക്ക് വരുള്ളൂ. ഇല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ഇരിക്കേണ്ടി വരും നമ്മൾ.